എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. സെപ്റ്റംബർ 17, ഈ വരുന്ന സെപ്റ്റംബർ 17 തൊട്ട് 18 വരെ നിങ്ങൾക്ക് ചെയ്യേണ്ട, അതായത് ഈ 2 ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സെപ്റ്റംബർ 17 ഫുൾ മൂൺ ആണ്. ഈ ഫുൾ മൂൺ എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് മൂൺ എന്നാണ്. ഈ ഒരു ഹാർവെസ്റ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു ദിവസം. അപ്പൊ ഈ സെപ്റ്റംബർ 17 സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ബെനിഫിറ്റ് കൂടാനായി, നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ, നമ്മളുടെ സ്പിരിച്വൽ എനർജി ഇതെല്ലാം വർദ്ധിക്കാനായി, നമ്മളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായി, നമ്മളുടെ പവർ, സ്പിരിച്വൽ പവർ കൂട്ടാനായി ഒക്കെ നമുക്കിത് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ഈ ഫുൾ മൂൺ സമയം ജനറലി നമ്മളുടെ മൈൻഡ് കുറച്ച് ഡൗൺ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഫുൾ മൂൺ സമയത്ത് ജനറലി മിക്ക ആൾക്കാരുടെ മൈൻഡ് കുറച്ച് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ എനർജി ലെവൽ കൂട്ടാനുമുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷെ ആ അവസരം പല ആൾക്കാരും മുതലെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെ നമുക്കത് മുതലെടുക്കാം? എങ്ങനെ നമ്മളുടെ എനർജി ലെവലിനെ ശുദ്ധമാക്കി നമ്മളുടെ സ്പിരിച്വൽ പവർ കൂട്ടി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാം, നമ്മളെ പൂർണ്ണമായി ബാലൻസ് ചെയ്യാം. എന്ത് ബാലൻസ് ചെയ്യാം? നമ്മളുടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യാം. എന്തെല്ലാം ആണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ക്ലെൻസിങ് എങ്ങനെ നമുക്ക് നടത്താം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ സെപ്റ്റംബർ 17 രാത്രി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. വെള്ളം എടുത്തിട്ട് മൂണിന്റെ പ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുക. അതായത് മൂണിന്റെ ആ ഒരു വെളിച്ചം വീഴുന്ന, ആ ഒരു സിൽവർ ലൈറ്റ് വീഴുന്ന, ഒരുപക്ഷെ ടെറസിന്റെ മുകളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ആയിരിക്കാം. ആ സിൽവർ ലൈറ്റ് വീഴുന്ന ഏകദേശം, ഭയങ്കര നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, ഏകദേശം ആ മൂണിന്റെ ലൈറ്റ്, അതിപ്പോ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വരും എപ്പോഴെങ്കിലും ഒക്കെ. അതിന്റെ ആ ഒരു എന്താ പറയാ, റേസ് വരും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക ഓവർ നൈറ്റ്. അതായത് ആ രാത്രി പൂർണ്ണമായി വെച്ചേക്കാം. പൂർണ്ണമായി വെച്ചതിന് ശേഷം നിങ്ങൾ അതിരാവിലെ അത് വെച്ച് കുളിക്കുക. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈറ്റിൽ ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം രാത്രി തന്നെ കുളിക്കുക. ഇതാണ് നമ്മളെ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്. അടുത്ത പ്രോസസ്സ് എന്താണ്? ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു ക്ലെൻസിങ് ഫീൽ തീർച്ചയായും ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഞാനൊക്കെ ചെറുതിലെ തൊട്ടേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ അന്നത്തെ ദിവസം, അതായത് ആ ഒരു രാവിലെ അല്ലെങ്കിൽ ആ രാത്രി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ആദ്യം കണ്ണുകൾ അടച്ചിരിക്കുക. കണ്ണുകൾ അടച്ചിരുന്നിട്ട് ദീർഘശ്വാസം എടുത്തു വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസത്തിനെ തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അതിനെ തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഐ ആം ഇൻഹേലിംഗ്, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഐ ആം എക്സേലിംഗ് എന്ന് മനസ്സിൽ പറയാം. അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും അതിൽ. എന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ഹാർട്ട്, നമ്മളുടെ ആ ഒരു എന്താ പറയാ, കാമാവും. നമ്മളുടെ ഹാർട്ടിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ മാറും, മൈൻഡിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ മാറും. ഹാർട്ട് ബീറ്റ് കൂടുതലാണെങ്കിൽ അത് കാമാവും. ഒപ്റ്റിമം ലെവലോ നല്ലൊരു കാംനെസ്സിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ളതാണ്. ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? നീങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ വലത് കൈ നെഞ്ചിലും ഇടത് കൈ തലയിലും, അനാഹതത്തിലും സഹസ്രാരത്തിലും, ഹാർട്ട് ചക്രയിലും ക്രൗൺ ചക്രയിലും വെക്കുക. ക്രൗൺ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇവിടെയല്ല, കുറച്ച് മുകളിലാണ്. അവിടെ വെക്കുക.
വെച്ചിട്ട് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ വിഷ് അത് വിഷ്വലൈസ് ചെയ്യുക. പൂർണ്ണമായും ഇപ്പോൾ ഈ നിമിഷം അത് നടക്കുന്നതായി പൂർണ്ണമായി അത് വിഷ്വലൈസ് ചെയ്യുക. ഇത് നിങ്ങൾ 17-ാം തീയതിയും ചെയ്യുക. അതേപോലെ തന്നെ 18-ാം തീയതി രാവിലെയും ചെയ്യുക. എന്നിട്ട് നിങ്ങളത് മറന്നു കളയുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളത് ചെയ്തു നോക്കുക. ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ വിശ്വസിക്കണം. പക്ഷെ നിങ്ങളത് ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, അതിൽ സംശയമില്ല. ആ ഡെഡിക്കേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. എന്തായാലും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു ഹാമുള്ള കാര്യമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക. അവരെടുത്തും ഇത് ചെയ്യാൻ പറയുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഫ്രീ ക്ലാസ് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ക്ലാസ്, ഒരുപാട് ഫ്രീ ക്ലാസ്സസ് വെക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ദിവസം കാണുന്നത് വരെ ബൈ. താങ്ക് യു.